സങ്കീർത്തനങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 12 അതിൻ്റെ 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്കൊരു നിമിഷം തലകളെ മുടക്കാം. അവൻ യേശുവേ, അപ്പാ ഞങ്ങളെ അല്പസമയം കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നപ്പാ. അപ്പാ ഞങ്ങൾ കേട്ടതുപോലെ അപ്പാ വചനത്തിൽ നിന്ന് കർത്താവേ അപ്പാ ഞങ്ങൾ നടത്തുന്ന വചനം കർത്താവേ യേശുവേ, ഈ ഒരാഴ്ചക്കാലം കർത്താവേ ഞങ്ങളെ നയിക്കുന്ന വചനമപ്പാ യേശുവേ. ഞങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധികളുണ്ട്, കഷ്ടതയുണ്ട്, ഭാരങ്ങളുണ്ട്. എങ്കിലും യേശുവേ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. യേശുവേ ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. യേശുവേ ഞാൻ കണ്ടതല്ല അപ്പാ, ഞാൻ വന്നതല്ല യേശുവേ, അപ്പനെ ഇതിനകത്ത് കൊണ്ടുവന്നതാ അപ്പാ. ഈ ദേശത്തിന് മധ്യത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നതിനെ എനിക്ക് തൃപ്തിയായി തരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാനിന്ന് പകൽ ചിലത് ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കുന്നു. അപ്പാ ഞാൻ ആഗ്രഹിക്കുന്നതിന് ഉപരിയായി നീ എന്നെ തൃപ്തിപ്പെടുത്തുവാൻ പോകുക. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 18-ന്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ഉപമ പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ന്യായാധിപൻ്റെ ഉപമ. ഹല്ലേലൂയ. അതെ, എന്താ പറയുക, ഒരു വിധവ ഹല്ലേലൂയ ആ ന്യായാധിപനെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഇങ്ങനെ പറയാം, ന്യായാധിപൻ ഹല്ലേലൂയ, അനീതിയുള്ള ഒരു ന്യായാധിപൻ ഇങ്ങനെ തന്നെ പറയട്ടെ, അവൻ്റെ മുൻപിൽ ഒരു വിധവ കടന്നു ചെല്ലുക. ആ വിധവ അവൻ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട്, അവൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് അവൻ ചിലത് ചെയ്തുവെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുമോ? അസഹ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയല്ല. അതെ പ്രിയരെ, നമ്മൾ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന യേശുവിന് മുൻപിൽ ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ പ്രാർത്ഥന എൻ്റെ യേശു കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, നീതിയുള്ള ന്യായാധിപ ദൈവം ആവശ്യബോധത്തോടെ ക്ഷമയോടെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി എത്ര അധികം ചെയ്യും. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമ്മുടെ ദൈവം എത്ര അധികം ചെയ്തും. അനീതിയായ ന്യായാധിപൻ ആ വിധവയോട് ഹല്ലേലൂയ അസഹ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഹല്ലേലൂയ മറുപടി കൊടുത്തുവെങ്കിൽ ന്യായാധിപതിയായ നമ്മുടെ ദൈവം എത്ര അധികം നമ്മോട് ചെയ്യുമെന്നാ ചോദിക്കുന്നേ. വിശ്വസിച്ചാൽ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന് 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: അവൻ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ, നമ്മുടെ ശബ്ദം കേൾക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഒന്ന് പറയട്ടെ, കണ്ണുണ്ടായിട്ടും കാണാത്തവനെ പോലെയല്ല, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവനെ പോലെയല്ല പ്രിയരെ. നമ്മുടെ ദൈവം സകലവും കാണുന്നുണ്ട്, നമ്മുടെ ദൈവം സകലവും അറിയുന്നുണ്ട്. അതേ പ്രിയരെ, നീ എന്തെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ അപ്പനോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം അത് കേട്ടുകൊണ്ടേ ഇരിക്കുക. ഇന്ന് ഈ വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒന്ന് തന്നെ പറയട്ടെ, ഈ വരും ദിവസങ്ങളിൽ തന്നെ നിനക്ക് അതിനുള്ളൊരു മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും ഒരു മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൽ 7 മുതൽ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു: യഹോവ അരുളി ചെയ്തത്. ഹല്ലേലൂയ. മിസ്രയീമിലുള്ള തൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ,
കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു നിലവിളി ശബ്ദം കേട്ടു. കഷ്ടതയുടെ ആഴത്തിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി ഫറവോന്റെ കയ്യിൽ അകപ്പെട്ട് മന്ത്രവാദത്തിൻ്റെയും ഹല്ലേലൂയ അവൻ്റെ കരങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നീറി കിടന്നിരുന്ന ഒരു ജനത്തിൻ്റെ നിലവിളി നമ്മുടെ യേശു കേട്ടുവെങ്കിൽ ആമേൻ. പ്രിയരെ, ഒന്ന് പറയട്ടെ, നീ ഇരിക്കുന്ന സ്ഥലം നോക്കണ്ട, നീ ഇരിക്കുന്ന സ്ഥലം നോക്കണ്ട, നീ എവിടെയാണോ ഇരുന്ന് വിളിക്കുന്നത് അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് വിളിക്കുന്നിടത്തു നിന്നും നിന്റെ ദൈവം ആ ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേൾക്കുന്നവൻ മറുപടി തരാതെ ഇരിക്കയില്ല. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ടുള്ള വിളിയാ, വർഷങ്ങൾ കൊണ്ട് കിടന്ന് കരഞ്ഞതാ. ഹല്ലേലൂയ. കഷ്ടതയും നടുവിലും ഹല്ലേലൂയ അത് മന്ത്രവാദ കെട്ടുകൾക്കിടയിലും കിടന്ന ഒരു ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നമ്മളെയും ഹല്ലേലൂയ ഈ ദേശാന്തര ശക്തികൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന പെട്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരുവാൻ, നമ്മുടെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ എത്ര വലിയ ശക്തി തന്നെ ആയിക്കോട്ടെ, ഏത് മന്ത്രവാദ കെട്ടുകളും ആയിക്കോട്ടെ, ഏത് ആഭിചാര പ്രക്രിയകളും ആയിക്കോട്ടെ, പ്രിയരെ, നിന്നെ തകർക്കാൻ ഒരു അഭിചാരത്തിനും കഴിയുകയില്ല, ഒരു ദുർമന്ത്രവാദത്തിനും കഴിയില്ല, ഒരു ദുർശക്തിക്കും കഴിയുകയില്ല. നീ വിളിക്കുന്നവൻ നീതിമാനായ ദൈവമാ. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമോ? പ്രിയരെ, ഒരു നിമിഷം നമ്മളൊന്ന് ചാർത്തി കൊടുത്താൽ മാത്രം മതി. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നു, സക്കായി. ഹല്ലേലൂയ. ഒന്ന് യേശുവിനെ കാണാൻ അവൻ ശ്രമിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ എങ്ങനെ ഉള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. പ്രിയരെ, നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കടന്നു വന്നിരിക്കുന്നേ. ഇന്ന് ഇതിനകത്ത് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് അനുഗ്രഹം ലഭിക്കുമോ? ഈ മെസ്സേജ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമോ? ഈ മെസ്സേജിൽ നിന്ന് എനിക്ക് വേണ്ടത് കിട്ടുമോ? പ്രിയരെ, നീ ദൈവ ശബ്ദമാ കേട്ടുകൊണ്ടിരിക്കുന്നേ. ആ ശബ്ദം നിന്നെ പുറത്തു കൊണ്ടുവരുമെങ്കോ രാധാരക്ത ബൗഡത്താര ദീപല ഭൗഷസി. ഹല്ലേലൂയ. അതെ, സക്കായി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സക്കായി എന്ന പേരിനർത്ഥം തന്നെ വിശുദ്ധമായത്. എന്നാൽ അവൻ്റെ പ്രവൃത്തിയോ ചുങ്കം പിരിക്കുന്നവൻ പ്രമാണിയായവൻ. ഹല്ലേലൂയ. എന്താ ചെയ്യുന്നേ? ചുങ്കം പിരിക്കുകാരൻ അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നവൻ, പ്രമാണികളായവൻ. അതെ, ആ ദേശത്തുള്ളവർ അവന് വെറുത്തിരുന്നു. കാരണം അവൻ പിടിച്ചു പറിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചുങ്കം പിരിക്കുവാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ചുങ്കം പിരിക്കുന്നവർ അവർക്ക് വേണ്ട ചുങ്കം പിരിച്ചതിന് ശേഷം മാത്രമേ അവരെ കടത്തി വിടുകയുള്ളൂ. അതേ, കരം പിരിവ്. ഓ രാധനശാരെ, ചില പിരിവുകൾക്കിടയിൽ അതിനിടയിൽ പ്രമാണിയായ ഒരുവനാ, ആ പ്രമാണിയായ ഒരുവനാ ആ യേശുവിനെ കാണുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടെ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രാജാക്കന്മാരുടെ ഒപ്പം ഇരിക്കുന്നവൻ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ നിർദ്ദേശം അനുസരിക്കുന്നവൻ. ഹല്ലേലൂയ. ചുങ്കക്കാരിൽ പ്രമാണി എന്നാ പറയുന്നേ. അവനാ ഇറങ്ങി തിരിച്ചത്. പ്രിയരെ, നമ്മളും ചിലതൊക്കെ വിട്ടിട്ടല്ലേ ഇറങ്ങി തിരിച്ചത്. നമ്മളും ചിലതൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ ഇറങ്ങി തിരിച്ചത്. നമ്മളൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ നല്ലതുണ്ടോ? ഒന്നുമില്ലാന്നേ. ഞാൻ എൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് പറയുവാനോ പുകഴുവാനോ നല്ലതായിട്ട് ഒന്നുമില്ല. പ്രിയരെ, ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ യേശു എനിക്ക് ചില നല്ലത് ചെയ്യുവാൻ തുടങ്ങി. എൻ്റെ ഇല്ലായ്മയെ മാറ്റിയവൻ. ഹല്ലേലൂയ. ഇന്നലെ വരെ ഞാൻ ചെയ്തതല്ല നോക്കിയത്, ഞാൻ പിന്തിരിഞ്ഞല്ല നോക്കുന്നത്. ഇപ്പോൾ എന്നെ കാണിക്കുന്ന ഒരു വെളിച്ചമാ. മുൻപിലേക്ക് നടക്ക്, നിന്നെ ഞാൻ നയിച്ചു കൊള്ളാമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിന്മേൽ ആ വാക്കനുസരിച്ച് മുൻപോട്ടിറങ്ങിയപ്പോൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം അതിന് 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് മാത്രമല്ല, ഹല്ലേലൂയ, അവൻ എങ്ങനെയുള്ളവനെന്ന് കാണാൻ മാത്രമല്ല ആഗ്രഹിച്ചത്, യേശുവിനെ കാണണം. എന്തിനാണ് അവൻ യേശുവിനെ കാണാൻ ശ്രമിച്ചത്? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി. അവൻ യേശുവിനെ കാണാൻ ശ്രമിച്ചു. അതിനകത്തൊരു ചോദ്യം നമുക്ക് ഉയരുന്നുണ്ട്. എന്തിന് അവൻ യേശുവിനെ കാണണം? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പ്രിയരെ, ഞാൻ ഇറങ്ങി, പക്ഷെ എന്തിനാ? എന്തിനു വേണ്ടി? നമ്മൾ കേട്ടത് ചില അത്ഭുതങ്ങളാണ്.
അതെ പ്രിയരെ, സക്കായിയും കേട്ട ചില അടയാളങ്ങളാ. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ട് ചുങ്കക്കാരനായ ലേവി എന്ന് പറയുന്ന മത്തായിയെ പോലും വിളിച്ച് അവൻ്റെ ഭവനത്തിനകത്ത് പോയി അവൻ്റെ ദേശക്കാരോട് ആഹാരം കഴിച്ചവൻ. ഹല്ലേലൂയ. ഓ റദലക്ഷാര ദീപൽ ബൗഡ വൈഡാരബലം ദീപൽ ബൗഷസി. ഹല്ലേലൂയ. ലൂക്കോസ് 5:30 ഇങ്ങനെ പറയുന്നു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. ഹല്ലേലൂയ. അതെ, ഞാൻ പാപികളെ വിളിപ്പാനാണ് വന്നതെന്ന് യേശുവിൻ്റെ ചില വാക്കുകൾ, അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞ ആ വാക്കുകൾ സക്കായിയുടെ ചെവിയെ അവന് മാനസാന്തരത്തിന് യോഗ്യമാക്കി. അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ഉള്ളവൻ, എനിക്കും ഇതിൽ നിന്നൊരു വിടുതലുണ്ടാകുമോ, ഞാനിപ്പോഴും ഒരു പാപത്തിൻ്റെ വഴിയിലാണ് നിൽക്കുന്നത്, എനിക്ക് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമോ എന്ന ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് അവൻ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ്റെ മുൻപ് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ലൂക്കോസ് 19:3 പറയുന്നു, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകെ കൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ്റെ കുറവ് അവിടെ വിളിച്ചു പറയുക. വളർച്ചയിൽ പൊക്കം കുറഞ്ഞവരായകൊണ്ട്, നമ്മെപ്പോലെ പൊക്കമില്ലാത്തവരായകൊണ്ട്, ആളുകൾ തിങ്ങി നിന്നത് കൊണ്ട്, യേശുവിൻ്റെ ചുറ്റും ആൾ തിങ്ങി നിന്നത് കൊണ്ട് അവന് കാണുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എങ്കിലും പ്രിയരെ, അവൻ വിട്ടുകൊടുത്തില്ല. അവൻ ഓടി, എനിക്ക് കാണണം. ഹല്ലേലൂയ. എത്ര പേർ ഓടാൻ തയ്യാറാ? ഓടാൻ തയ്യാറായവർ ഒന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഓടണം. ഞാൻ ഒരുപാട് കാണാൻ ശ്രമിച്ചു, പലപ്പോഴും എൻ്റെ മുൻപിൽ മറ നിന്നതാ. ഞാനിന്ന് ഓടാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഓടുവാൻ തയ്യാറെങ്കിൽ നോക്കണേ, ലൂക്കോസ് 14:4-5 വായിക്കുമ്പോൾ തടസ്സം നോക്കാതെ സക്കായി മുമ്പോട്ട് ഓടി. ഇങ്ങനെ പറയുന്നു, അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി മരത്തിന്മേൽ കയറി. ഹല്ലേലൂയ. അവൻ്റെ കുറവിനെ നോക്കാതെ. ഹല്ലേലൂയ. പൊക്കം കുറഞ്ഞവനാണെന്ന് നമുക്കറിയാം, കുറവുള്ളവനാണെന്നറിയാം, നമ്മെപ്പോലെ ആരോഗ്യമില്ലാത്തവനാണെന്ന് നമുക്കറിയാം. എങ്കിലും അവൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവൻ്റെ മനസ്സിലൊറ്റ ആഗ്രഹമാ, എനിക്ക് ഇന്ന് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. നിങ്ങൾ കാണുവാൻ ആഗ്രഹമില്ലേ പ്രിയരെ? നിങ്ങൾക്കും കാണണ്ടേ? എൻ്റെ യേശുവിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള കരങ്ങളെ ഉയർച്ച് സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തിച്ചാട്ടെ. യേശുവേ, എനിക്കിന്ന് നിന്നെ കാണണം. യേശുവേ, എനിക്ക് നിന്റെ പ്രവൃത്തി അറിയണം. യേശുവേ, എന്നിൽ നീ അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. കാരണം നീ അത്ഭുതം ചെയ്താലേ ഈ ദേശത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. യേശുവേ, ഞാൻ അടിമക്കെട്ടിൽ കിടക്കുന്നത് പോലെ കിടക്കയാ. യേശുവേ, ഞാനിന്ന് പെട്ടകം ചുമക്കുവാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുക. യേശുവേ, എനിക്ക് നിന്നെ കാണണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു അതിന് ചുവട്ടിലെത്തിയപ്പോൾ ഹല്ലേലൂയ ഉറച്ച വിശ്വാസത്തോടെ കയറിയവനാ. അവന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യേശുവിനെ ഹല്ലേലൂയ സക്കായിക്ക് പോലും കണ്ടാൽ മതി, എന്നാൽ യേശുവിനെ സക്കായി കാണരുത്. ഹല്ലേലൂയ. യേശു കാണരുത് എന്ന് പറഞ്ഞ് അവൻ ചിന്തിച്ചൊരു പക്ഷെ അവിടെ ഇരുന്നിരിക്കാം. അവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം, ഞാനിതിൻ്റെ മുകളിലിരിക്കുമ്പോൾ യേശു അടുത്ത് വന്നാലും യേശു എന്നെ കാണത്തില്ല. എല്ലാവരും പോയതിന് ശേഷം എല്ലാ തിരക്കുകളും ഒഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങിപ്പോകാം. ഹല്ലേലൂയ. കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങാൻ. ഹല്ലേലൂയ. മരത്തിൽ കയറുന്നവർക്കറിയാം കയറുവാൻ എളുപ്പമാ, മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ വലിയൊരു കുഴിയാ കാണുന്നേ. അവൻ്റെ മനസ്സ് ഒരുപാട് ചിന്തകളുണ്ട്. ഹല്ലേലൂയ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഭയപ്പെട്ടു പോകാം. കയറിയപ്പോൾ ഹല്ലേലൂയ എത്തിയ കൊമ്പുകൾ ചിറകൾ ഹല്ലേലൂയ ചില ശിഖരങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുവാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ എത്തിയില്ല എന്ന് വരാം. അങ്ങോട്ട് വലിഞ്ഞു കയറിയവൻ ഇങ്ങോട്ട് പതുക്കെ ഇറങ്ങേണ്ട അവസ്ഥയാ. അതെ, അവൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം, എല്ലാവരും പോയതിനു ശേഷം എന്നെ ആരും കാണേണ്ട, ഞാനിവിടെ ഇരുന്ന് കണ്ടത് ആരും കാണേണ്ട, എല്ലാവരും പോയതിനു ശേഷം പതുക്കെ ഞാൻ താഴേക്ക് ഇറങ്ങാം. എന്നാൽ യേശു അടുത്ത് വന്നാറ് മരത്തിന് ചുവട്ടിൽ വന്നിട്ട് അവന് പേര് ചൊല്ലി വിളിച്ച് താഴെ ഇറക്കിയെങ്കിൽ പ്രിയരെ, ഉയരത്തിലിരിക്കുന്ന എത്ര വലിയ ഉയരത്തിലായിക്കോട്ടെ, ഉയരത്തിലിരിക്കുന്നവനെ വിളിച്ച് താഴേക്ക് ഇറക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചോ. ഉയരത്തിലിരുന്നവനാ പ്രയാസപ്പെട്ട കയറിയേ, പക്ഷെ അവൻ ഇറങ്ങിയ ഭയങ്കര അത്ഭുതത്തോടെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, സക്കായി യേശുവിന് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ലൂക്കോസ് 19:6 അവൻ ഇങ്ങനെ പറയുന്നു, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് 3:20 ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. പ്രിയരെ, ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നു നോക്കിയാട്ടെ. നീ തുറന്നു
കൊണ്ടൊന്ന് വച്ചാട്ടെ യേശുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. സക്കായി തുറന്നതുപോലെ സകലവും ഏൽപ്പിച്ച്, സകല പാപങ്ങളെയും ഏൽപ്പിച്ച് ഒന്ന് തുറക്കുവാൻ തയ്യാറെങ്കിൽ, ഓ ഹല്ലേലൂയ. പ്രിയരെ, തുറന്നപ്പോൾ അവൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. 19:8 ഇങ്ങനെ പറയുന്നു, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകകൾ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവന് കുറ്റബോധമുണ്ടാകുക. ആദ്യമേ പറഞ്ഞു, ചുങ്കം പിരിക്കുന്നവർ രാജാവ് ഒരു നിർദ്ദിഷ്ട എമൗണ്ട് പറഞ്ഞിരിക്കാം, പക്ഷേ അവരുടെ ലാഭത്തിന് വേണ്ടി അവരുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിക്ക് വേണ്ടി കുറച്ച് കൂടുതൽ പണം, ഹല്ലേലൂയ, കാരണം വലിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കുക. അവർ ചിലപ്പോൾ ചിലർ വരുന്നത് ചെറിയ പൈസയും കൊണ്ടായിരിക്കാം, എങ്കിലും അവരെ കയ്യിൽ നിന്ന് വലിച്ചു പിടിച്ചു വാങ്ങിക്കുന്നവൻ, അവന് മാനസാന്തരം ഉണ്ടാകുക. ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, നമുക്കൊരു നിമിഷം ഏറ്റു പറഞ്ഞാട്ടെ, യേശുവേ, എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, യേശുവേ, എന്നിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, യേശുവേ, സക്കായി താഴ്ത്തിയതുപോലെ ഞാനും താഴ്ത്തപ്പെടുകയാ. ഓ രാജാക്താരെ ബൗഡപരന്തശാര വൈഡാരബല യേശു തൊടുകയാ. ഹല്ലേലൂയ. താഴ്ത്തിയപ്പോൾ, ഹല്ലേലൂയ, ലൂക്കോസ് 19:9 ഇങ്ങനെ പറയുന്നു, സക്കായിയുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. യേശു അവനോട്, ഇവനും എബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഹല്ലേലൂയ. സകലവും ഏൽപ്പിച്ചതുകൊണ്ടാ, സകല പാപങ്ങളും ഏൽപ്പിച്ചതുകൊണ്ടാ, സകല കുറവുകളും ഏൽപ്പിച്ചപ്പോൾ അവൻ മാത്രമല്ല, ഹല്ലേലൂയ, കാണാൻ ആഗ്രഹിച്ച സക്കായി മാത്രമാ, പക്ഷേ കാണാൻ ആഗ്രഹിക്കാതെ ഭവനത്തിലായിരുന്ന് അവൻ്റെ കുടുംബവും. നമ്മൾ 1-2 പേരായിട്ടായിരിക്കും ഇതിനകത്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളായിരിക്കാം ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രിയരെ, ഒന്ന് പറയട്ടെ, നീ ഒന്നായിട്ടാണ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നീ വിശ്വാസത്തോടെ അതിരിക്കുന്നതെങ്കിൽ, കുടുംബത്തിനകത്ത് രക്ഷയുണ്ട്. കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ, ഞാനൊരു സാക്ഷിയാ. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ മാതാവിൻ്റെ മാതാവ് മാത്രമാ സഭാരാധനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത്. സഭയ്ക്കകത്ത് കൃത്യമായ ആരാധനകൾക്ക് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളത് ഇരട്ടിയായി. ഹല്ലേലൂയ. കുടുംബത്തോടെ സന്തോഷത്തോടെ നിൽക്കുവാൻ, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുത്ത വില കൊടുക്കുവാൻ തയ്യാറെങ്കിൽ യേശു വിലയ്ക്കൊത്ത മറുപടി തരിക തന്നെ ചെയ്യും. എൻ്റെ പ്രിയ മാതാവിൻ്റെ മാതാവ് എനിക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, ഓടേണ്ട ഓട്ടം ഓടിയപ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ തന്നെ പറയാം, കഷ്ടത്തിൻ്റെ നടുവിലും ഓടേണ്ട ഓട്ടം ഓടുവാൻ തയ്യാറായപ്പോൾ, കഷ്ടത ഓർക്കാതെ ഓടുവാൻ തയ്യാറായപ്പോൾ, പ്രിയരെ, എന്നെയും പുറത്ത് കൊണ്ടുവന്നു. എന്നെയും എൻ്റെ യേശു തൊട്ടു. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നതിലും ഉപരി നന്മ എൻ്റെ മേൽ തന്നു. ഹല്ലേലൂയ. ഒരു വാഹനം ആഗ്രഹിച്ചെടുത്ത് 2 വാഹനം, നല്ലൊരു വീട് ആഗ്രഹിച്ചെടുത്ത് നല്ലൊരു ഭവനം, ഹല്ലേലൂയ, നല്ലൊരു ജോലി ആഗ്രഹിച്ചെടുത്ത് നല്ല ജോലി. അതിലും ഉപരിയായി പറയട്ടെ, ജോലിയെക്കാളുമൊക്കെ ഉപരിയായി എനിക്ക് ഇങ്ങനെ നിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഏറ്റവും വലിയത് അതാ. നമ്മളെല്ലാവരും നോക്കുന്നത് ജോലിയാ അല്ലെങ്കിൽ നല്ല വാഹനമാ. അതൊന്നുമല്ല പ്രിയരെ. ഈ പുൽപ്പറ്റിൽ നിന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ ദൈവം എന്നെ തൊട്ടിട്ടുണ്ടെങ്കിലോ, എന്നെ പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തുവെങ്കിൽ, പ്രിയരെ, വില കൊടുത്തത് വെറുതെ ആവുകയില്ല. ഒറ്റയ്ക്ക് വന്നവനെ, പണ്ടുള്ളവർ പറയും, വഴിവെട്ടി വന്നവരാണ്. ദീപൽ കടകരസി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അത്ഭുതം ചെയ്തവനാ. ഹല്ലേലൂയ. എബ്രായർ 11:7 പറയുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടായി ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഹല്ലേലൂയ. പെട്ടകം നിർമ്മിക്കാനേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് കേട്ട് പെട്ടകമുണ്ടാക്കി. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ ഉണ്ടാക്കിയ പെട്ടകത്തിനകത്ത് കയറിയത് അവൻ മാത്രമാണോ? അവൻ്റെ കുടുംബവും. ഹല്ലേലൂയ. നീ ഉണ്ടാക്കിയ പെട്ടകത്തിനകത്ത് നീ മാത്രമല്ല കയറുന്നേ, നീ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ വാക്ക് കേട്ട് നീ പെട്ടകം ഉണ്ടാക്കുവാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പെട്ടകത്തിനകത്ത് നീ മാത്രമല്ല, നിന്റെ കുടുംബവും. രാധാരാത്ത ബൗഡവരന്തക്ഷാരെ വൈഡവരാജ ദീപൽ കടകരസി ബൗഡാരതല ശക്തി. ഹല്ലേലൂയ. പെട്ടകത്തിനകത്ത് കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നേ. ഹല്ലേലൂയ.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11:30 ഇങ്ങനെ പറയുന്നു, 16:31 ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയരെ, രക്ഷ ഹല്ലേലൂയ യേശുവിൽ നിന്ന് വരുന്നതാ. ഹല്ലേലൂയ. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, പ്രിയരെ, നീ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നീ അറിയാതെ തന്നെ നിന്റെ കുടുംബവും നിന്റെ ചുറ്റുമുള്ളവരും നിന്റെ ദേശത്തിലുള്ളവരും നിന്നെ തള്ളിപ്പറഞ്ഞവരും നിന്നെ നിന്നയാക്കിയവരും നിന്നെ പരിഹസിച്ചവരും നിന്നെ മാറ്റി നിർത്തിയവരും അതേ യേശുവിനെ തിരിച്ചറിയുവാൻ പോകുക. നീ മാത്രം അറിഞ്ഞ യേശുവിനെ, നീ തൊട്ടറിഞ്ഞ യേശുവിനെ, നീ സ്നേഹിച്ച യേശുവിനെ, നിന്നെ സ്നേഹിച്ച യേശുവിനെ, അവരും തിരിച്ചറിയുവാൻ പോകുക. ഹല്ലേലൂയ. രൂപാന്തരം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. യോഹന്നാൻ 12:26 ഇങ്ങനെ പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പണ്ട് പറയുന്നുണ്ട്, സക്കായി ആ മരത്തിൽ നിന്നിറങ്ങി യേശുവിനൊപ്പം ആഹാരം കഴിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം സക്ക എല്ലാ ദിവസവും ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു, ഒരു കുടം വെള്ളവുമായിട്ട്. ഹല്ലേലൂയ. ഒരു കുടം വെള്ളവുമായിട്ട് എല്ലാ ദിവസവും രാവിലെ വെളുപ്പാൻ കാലത്ത് നേരം വെളുക്കുന്നതിന് മുൻപേ ഒരു കുടം വെള്ളവുമായിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ആ മരത്തിൻ്റെ ചുവട്ടിലുള്ള പുല്ലൊക്കെ പറിച്ചു മാറ്റി ആ കുടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളവും അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുമായിരുന്നു. ഒരിക്കൽ ഈ ഭാര്യ ഇതെന്തായി രാവിലെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സക്കായി അറിയാതെ അവൻ്റെ പിന്നാലെ പുറപ്പെട്ടു പോയി. അവരത് കാണുവാനിടയായി. ഭവനത്തിലേക്ക് മടങ്ങി വന്ന സക്കായിയോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? ആഹാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? ആ മരത്തിനോട്. ഹല്ലേലൂയ. അവൻ പറയുക, ഈ മരത്തിലൂടെയാണ് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടത്, ഈ മരം വഴിയാണ് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടത്, ഈ മരം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമ്മളും ചില വഴികളിലൂടെ വന്നിട്ടുണ്ട്, ചില കർത്തൃദാസന്മാരോട് കേട്ടിട്ടുണ്ട്, സഭയുടെ ശ്രദ്ധേയ ആരാധന, ഹല്ലേലൂയ, നിന്നെ നയിക്കുന്ന ഒരു ആരാധന നടക്കുന്നുണ്ട്. പ്രിയരെ, അതിന് മറന്നിട്ട് നിൽക്കാൻ കഴിയുകയില്ല, അത് മറന്നേക്ക് പുറത്ത് കൊണ്ടുവന്നിരുന്നതാ. ഏൽപ്പിച്ചു കൊടുത്തോ? ഒരു നിമിഷം എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നിൽക്കുകയാണോ? ഞാൻ എൻ്റെ പിന്നിലുള്ളവർ അറിയുന്നുണ്ടോ? എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാ ഒരു നിമിഷം അടഞ്ഞ് ആ യേശുവിൻ്റെ മുൻപിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവേ, അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ? യേശുവേ, ആരൊക്കെയോ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു, ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിറങ്ങി. യേശുവേ, എന്നെ നീ അറിയുന്നുണ്ട്, എന്നെ നീ അറിയുന്നുണ്ട്. യേശുവേ, യേശുവേ, നീ എന്നെ വിളിച്ചത് ഞാൻ അറിയുന്നുണ്ട്. യേശുവേ, ഞാൻ ഇറങ്ങി, എൻ്റെ കുടുംബത്തിലുള്ളവർ ഒപ്പമില്ല. യേശുവേ, അവരെ നീ ഒന്ന് ചേർക്കുന്നതിനായി സ്തോത്രം. യേശുവേ, എന്നിൽ നീ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. എന്നിലൂടെ നീ എൻ്റെ ഭവനത്തിനകത്ത് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവേ, ആരും അറിഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നുണ്ട്. യേശുവേ, ഞാൻ അങ്ങയുടെ സ്നേഹം അറിയുന്നുണ്ട്, അങ്ങയുടെ കരുതൽ അറിയുന്നുണ്ട്. യേശുവേ, പാപത്തിൻ്റെ വഴിയിൽ നിന്നും യേശുവേ എനിക്ക് തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. യേശുവേ, പിന്നിൽ നിന്ന് വലിക്കുവാൻ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിട്ടും യേശുവേ, ഞാൻ അതിനെയൊന്നും വകവയ്ക്കാതെ നിന്റെ മുഖത്തേക്ക് നോക്കി, യേശുവേ, ഞാൻ ഉയരത്തിലേക്ക് നോക്കി ഇറങ്ങി പുറപ്പെട്ടു. നീ എന്നെ അറിയുന്നവനാ, നീ എന്നെ കാണുന്നവനാ, നീ എന്റെ ശബ്ദം കേൾക്കുന്നവനാ. സ്വർഗം തുറക്കുന്നുണ്ട്, സ്വർഗം തുറന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രിയരെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അല്പസമയം ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ ശബ്ദം യേശു കേൾക്കുന്നുണ്ട്. നിന്റെ കുറവുകളെ ഏൽപ്പിക്കുന്നേ, കുറവുകളെ ഏറ്റു പറയുമ്പോൾ ആ ശബ്ദം യേശു കേൾക്കുന്നുണ്ട്. നിന്നോട് അവൻ സംസാരിക്കുക, നിന്നോട് അവൻ ഇടപെടുക. യേശുവേ, ഞാൻ ശാരീരികമായിട്ട് ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ട്. യേശുവേ, ഞാൻ ഒത്തിരി കണ്ണുനീരോടെ ആയിരിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങൾക്ക് മതിയൊക്കെയും ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നിൽ നീ ചെയ്യുന്ന അത്ഭുതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ദേശത്തിന്റെ ജീവനോട് ഇരുത്തുന്നതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ വീണു പോകാതെ, വാടി പോകാതെ, തളർന്നു പോകാതെ എന്നെ നിർത്തുന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ നാവുകളും യേശുവിനെ സ്തുതിച്ചാട്ടെ. അപ്പാ, ഞാൻ സ്തുതിക്കുന്നപ്പ യേശുവേ, ഞാൻ കാണുന്നു പ്രിയനെ, ഞാൻ കാണുന്നുണ്ട് പ്രിയനെ. എത്ര വലിയ കാറ്റടിച്ചാലും, ഏത് വലിയ മഴ തോരാതെ നിന്നാലും, ഏത് പ്രതിസന്ധി കടലിലായിരുന്നാലും, യേശുവേ,
അങ്ങയുടെ കരം എൻ്റെ ഒപ്പം ഇരിക്കുക. ആ കരത്തിനകത്ത് ഞാൻ സേഫാ. ആ കരത്തിനകത്ത് ഞാൻ സേഫാ. യേശുവേ, പ്രിയ ജനത്തെ അടിയനെയും തിരുകരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ, രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പ, വരും ദിവസങ്ങളിലും കർത്താവേ ഇവർക്ക് അനുഗ്രഹമേകണമേ അപ്പ. യേശുവേ, കേൾപ്പിച്ച വചനത്താൽ തന്നെ ഇവർ നിൽക്കുമാറാകട്ടെ. വചനം രക്ഷയായി പാതയ്ക്ക് ദീപമായി ഇരിക്കട്ടെ. യേശുവേ, പ്രിയ ജനത്തെ അടക്കം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.